സോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഇന്ന് നമ്മൾ തമിഴിൽ കണ്ട പോലെ ഇറ്റാലിയനിൽ എങ്ങനെയാണ് സി വി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാൻ പോവാണ്. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇൻഫോമ ജിയോവാനി. സോ ഫസ്റ്റ് നമുക്ക് നേരെ ഇൻഫോമ ജിയോവാനിയിലേക്ക് പോവാം. ബസ് കിട്ടി. ഇറ്റലിയിലെ ടൊറിനോയിലെ ഗരിബാൾഡി എന്ന് പറയുന്നൊരു സ്ട്രീറ്റിലാണ് ഈ ഓഫീസ് ഉള്ളത്. നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട് ഇൻഫോമ ജിയോവാനി എത്തിയിരുന്നോ. ഇറ്റലിയിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഇറ്റാലിയൻ ലാംഗ്വേജ് എത്രമാത്രം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇറ്റാലിയൻ അത്ര അറിയണം എന്നൊന്നുമില്ല. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇറ്റാലിയനിൽ ഒരു സി വി ക്രിയേറ്റ് ചെയ്യാനും യൂറോപ്പാസ് ഫോർമാറ്റിലൊരു സി വി ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഇൻഫോമ ജിയോവാനി അല്ലെങ്കിൽ യൂത്ത് ഇൻഫർമേഷൻ സെൻറ്റർ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ സി വി ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഫർമേഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. ചാവ ഗൈസ്, അങ്ങനെ ഞാൻ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എനിക്ക് സി വി ശരിയാക്കി കിട്ടി. ആക്ച്വലി ഇവിടെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വേണം വരാൻ. പക്ഷെ ലക്ലി ഞാൻ വന്നപ്പം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ സി വി റെഡിയാക്കി കിട്ടി. ഇറ്റലിയിൽ വരുന്ന ആൾക്കാർക്ക് മെയിനായിട്ടും ഫസ്റ്റ്ലി എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഞാൻ നോർമൽ നമ്മുടെ സി വി ഫോമാറ്റ് തന്നെ ഫോളോ ചെയ്ത് കുറേ സ്ഥലത്തൊക്കെ ഞാൻ സി വി കൊണ്ട് കൊടുത്തോണ്ടിരുന്നു. പക്ഷെ അതുകൊണ്ട് വലുതായിട്ടൊന്നും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂറോപാസിന്റെ ഫോമാറ്റിൽ തന്നെ സി വി വെക്കണം, അതുപോലെ തന്നെ ഇറ്റാലിയനിൽ തന്നെ സി വി ചെയ്യണം. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം വെച്ചാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ഇറ്റാലിയൻ സി വി ചെയ്തു. പക്ഷെ ഞാൻ വേറൊരു ഓഫീസിൽ പോയപ്പം അവിടുത്തെ ഇതേപോലെ തന്നെ സി വി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാ, ഒരു ജോബിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയിൽ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി എൻ്റെ സി വിയിൽ ഭയങ്കര മിസ്റ്റേക്സ് ഉണ്ട്, ഇറ്റാലിയൻ ശരിയല്ല, ഗ്രാമർ ശരിയല്ല എന്ന്. സോ ഐ തോട്ട് ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഒന്നുകൂടി വന്നിട്ട് സി വി കറക്റ്റ് ചെയ്യാമെന്ന്. അപ്പം ഇറ്റലിയിലേക്ക് പഠിക്കാനായിട്ടും ജോലി നോക്കാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹെൽപ്പിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് നോക്കാം. ഇവർ ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഭയങ്കര വാം വെൽക്കമിങ് ആൾക്കാരാ ഇവിടെ പൊതുവേ ഉള്ള ആൾക്കാർ. നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നൈസായിരുന്നു. അവരെനിക്കൊരു പ്രിന്റ് ഔട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഇതാണ് അവരെനിക്ക് റെഡിയാക്കി തന്ന സി വി. ആക്ച്വലി ഒരു 2 പേജ് സി വി ആണ് ചെയ്ത് തന്നെ. അപ്പം ഞാനിങ്ങനെ 2 പേജ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത് 2 പേജ് റെസ്യൂമേ ആക്കിയാൽ പ്രശ്നമൊന്നുമില്ല, അൺവാണ്ടഡ് കാര്യങ്ങൾ ഇല്ലാതിരുന്നാൽ മതി, 2 പേജിൽ കൂടാണ്ടിരുന്നാൽ മതി. ഇഫ് യു ഹാവ് അത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ഡീറ്റെയിൽസും എൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടും പിന്നെ അവരുടെ ഒരു നോളജിൽ അവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരും കൂടി എനിക്ക് കുറേ സജഷൻസ് ഒക്കെ തന്നു. അങ്ങനെയാണ് ഞാൻ ഈ സി വി ശരിയാക്കിയിട്ടുള്ളത്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇറ്റലിയിൽ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതേപോലത്തെ ഒരു ഹെൽപ്പിംഗ് ഓർഗനൈസേഷൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ഈ ഓർഗനൈസേഷൻ ഇവിടെ ഗരിബാൽഡിയിലാണ്. ഗരിബാൽഡി ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ഒരു സ്ട്രീറ്റ് തന്നെയാണ്. അപ്പം ഈ സ്ട്രീറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ടൂറിനിൽ തന്നെ 2-3 സ്ഥലത്ത് വേറെ ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഈ സ്ഥലത്താണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്താ പറയുക, വർക്കിംഗ് അവേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നേരത്തെ അപ്പോയിൻമെന്റ് എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഇതായിരുന്നു എൻ്റെ എന്താ പറയാ ഈ ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇത് എത്ര പേർക്ക് അറിയാം, ഇവിടെ ഉള്ളവരിൽ തന്നെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല. സോ ഐ തോട്ട് ഓക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്നും. കാരണം നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്താ പറയാ സി വി അല്ലെങ്കിൽ സി വി ക്രിയേറ്റ് ചെയ്യാനും അവിടുത്തെ ലാംഗ്വേജിൽ സി വി ക്രിയേറ്റ് ചെയ്യാനോ. ഇവിടെ നല്ല ശബ്ദം ഉണ്ടെന്ന്. അങ്ങനെ സി വി ഒക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോവാം. ആക്ച്വലി എനിക്ക് എൻ്റെ GTT കാർഡും കൂടെ എടുക്കാൻ പോകണമായിരുന്നു, പക്ഷേ ഇപ്പം അത്യാവശ്യം താമസിച്ചു. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം സ്ട്രീറ്റ്സിലൊന്നും ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പ് കൂടുതലായി വരുമ്പോഴത്തേക്കും ഉള്ളിൽ കയറും. പിന്നെ മൺഡേ അല്ലേ, ഈ ടൂറിൻ സിറ്റിയിൽ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള സമയം സാറ്റർഡേ സൺഡേസ് ആണ്. ഷോപ്പൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, ഈ ഒരു സ്ട്രീറ്റ്സ് ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ ഇന്ന് അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ വിൻ്റർ ആയതുകൊണ്ട് ഒബ്വിയസ്ലി നേരത്തെ ആൾക്കാരകത്ത് കയറും. അങ്ങനെയാണ്. പിന്നെ ഇപ്പം ഞാൻ പോയ പ്ലേസില്ലേ ഇൻഫോമ ജിയോവാനി, അവിടെ ആക്ച്വലി അത്യാവശ്യം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആൾക്കാരൊക്കെ. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. പിന്നെ ഇറ്റാലിയൻസ് പൊതുവെ ഭയങ്കര സ്വീറ്റ് വാം പീപ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല, വേറെ സ്ഥലങ്ങളും നമ്മളങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ടാണോ എന്തോ. പിന്നെ എനിക്ക് പോർച്ചുഗൽ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പോർച്ചുഗൽ പീപ്പിൾ നല്ലതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ
നല്ലൊരു കുഞ്ഞു സ്ഥലം. പോർച്ചുഗൽ പോർത്തോയിലാണ് ഞാൻ പോയിട്ടുള്ളത്. അതെ. പിന്നെ ഈ യൂറോപ്പോ CV എന്ന് പറയുന്ന സാധനം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ സൈറ്റിൽ പോയി ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ മെയിൻ പ്രശ്നം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ലാംഗ്വേജിനനുസരിച്ച് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ഇൻഫോമജീവാൻഡിൻ്റെ ഹെൽപ്പ് ചോദിച്ചതും അവിടെ പോയതും. സോ ഇറ്റലിയിലുള്ള ആരെങ്കിലും ഇറ്റാലിയൻ CV ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നേരെ ഇൻഫോമജീവാനിൽ അപ്പോയിൻമെൻ്റ് എടുക്കുക, പോവുക. അവർ ശരിക്കും നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്നനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു CV ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു കുഞ്ഞ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതെല്ലാവർക്കും അറിയണം എന്നില്ല. ഞാൻ തന്നെ കുറേ കോണ്ടാക്ട്സ് കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് ഒരുപാട് തവണ ട്രൈ ചെയ്ത് കുറേ തവണ ഫെയിലായി കിട്ടിയൊരു സാധനമാണിത്. അപ്പം ഇത് അത്യാവശ്യം ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ. കാരണം ഞാൻ വന്ന സമയത്ത് കുറേ ഇങ്ങനെ തപ്പിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാവുന്ന CV ക്രിയേറ്റ് ചെയ്യുന്നത്, ഏത് ഫോമാറ്റ് അവിടെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയാനും. പിന്നെ നമുക്ക് ഇറ്റാലിയൻ ഒട്ടും അറിയാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് ജോലി അന്വേഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒരുപാട് ഹെൽപ്പ് നോക്കിയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് പുതിയ ആൾക്കാരെ കാണുമ്പം അവർ തരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അറ്റ് ലാസ്റ്റ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തൊരു നല്ല രീതിയാണ് ഇൻഫോർമേറ്റീവിന്. അപ്പം ഞാൻ കരുതി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം. ആരെങ്കിലും ഇറ്റലിയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ, പഠിക്കാനൊക്കെ ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. CV ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഫോമജീവാനിൽ അപ്പോയിൻമെൻ്റ് എടുക്കുക, നേരെ പോവുക, CV ക്രിയേറ്റ് ചെയ്യുക, ജോലിയൊക്കെ തപ്പി സെറ്റ് ആവുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.